ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് ഫ്ലോ. അപ്പോൾ നമ്മളിന്ന് പോയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ മൺട്രോതുരുത്ത് എന്ന സ്ഥലത്തേക്കാണ്. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മൺട്രോതുരുത്തിലെ കാഴ്ചകളിലേക്ക് പോകാം. മൺട്രോതുരുത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടുന്നത് അവിടെയുള്ള ആ ഒരു കള്ള് ഷാപ്പും ആ ഒരു രസവളവും ചേർന്ന ആ ഒരു പ്രകൃതി ഭംഗിയാണ് നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത്. പിന്നെ അതേപോലെ മൺട്രോതുരുത്ത് നല്ല ചെത്ത് കള്ളും അതുപോലെ തന്നെ നല്ല ഷാപ്പിലെ കറിയും കിട്ടും. ഇവിടുത്തെ പ്രധാന വിനോദസഞ്ചാരം എന്ന് പറയുന്നത് കനാൽ ബോട്ടിങ്, പിന്നെ അതേപോലെ പെഡൽ ബോട്ടിങ്, ഫൈബർ ബോട്ടിങ്, പിന്നെ അതേപോലെ തന്നെ കൊട്ടവഞ്ചി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എൻ്റർടൈൻമെൻറ്റുകൾ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഹൗസ് ബോട്ടിങ്ങും ഉണ്ട്. നേരത്തെ ആയിരുന്നെങ്കിൽ ഇവിടുന്ന് മൺട്രോതുരുത്ത് നിന്ന് സാമ്പ്രാണിക്കുടിയിലോട്ട് ഹൗസ് ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ നിർത്തി വെച്ചേക്കുവാണെന്ന് തോന്നുന്നു. പിന്നെ അതേപോലെ ഇവിടെ ഒരുപാട് റിസോർട്ടും ഹോം സ്റ്റേകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ദൂരയാത്ര ചെയ്ത് വരുന്നവർക്കാണെങ്കിൽ പോലും ഇവിടെ 1-2 ദിവസമൊക്കെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഫൈബർ ബോട്ടും പെഡൽ ബോട്ടുമാണ്. ഫാമിലീസും പിന്നെ അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പായിട്ട് ആൾക്കാർ വരികയാണെങ്കിൽ എല്ലാവരും എടുക്കുന്നത് വള്ളമാണ്. അപ്പം വള്ളത്തിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആ ഏരിയ മൊത്തം നമ്മളെ കൊണ്ടുപോയി കാണിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടൈമാണ്. 1 മണിക്കൂറുണ്ട്, പിന്നെ അതേപോലെ 2 മണിക്കൂർ, അങ്ങനെ വെച്ചിട്ടാണ് നമ്മളെ വള്ളത്തിൽ കൊണ്ടുപോകുന്നത്. നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പിന്നെ അതേപോലെ ഞങ്ങളെടുത്തത് വള്ളമായിരുന്നു. നമുക്ക് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വന്നതുകൊണ്ട് നമ്മൾ വള്ളമാണ് ചൂസ് ചെയ്തത്. കാര്യം നമുക്ക് പെഡൽ ബോട്ടിലോ അല്ലെ ഫൈബർ ബോട്ടിലോ ഒന്നും ഇരുന്നുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. കാര്യം നമ്മൾ 2 പേര് ആയിരുന്നു പോയിരുന്നത്. അപ്പോൾ നമുക്ക് 2 പേർ കൂടി അത് എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ വള്ളമായിരുന്നു എടുത്തിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ പ്രധാന ഒരു ആകർഷണമാണ് ഈ കനാൽ ബോട്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കനാലിൽ കൂടി പോകുന്ന വഴിക്കെല്ലാം ഇതേപോലെ ചെറിയ ചെറിയ പാലങ്ങളുണ്ട്. അവിടെല്ലാം നമ്മൾ തല അത്യാവശ്യം നല്ലപോലെ കുനിച്ചു കൊടുത്ത് വേണം പോകാൻ, അല്ല നമ്മുടെ തലയെല്ലാം അവിടെ നിന്ന് നിൽപ്പിക്കും. ആദ്യമേ പറഞ്ഞല്ലോ മൺട്രോതുരുത്താണെന്ന്. ഇതൊരു തുരുത്ത് പോലാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കനാൽ പോലല്ല, കായൽ തന്നെ, എന്നാൽ ചെറിയ ചെറിയ വഴികളാണ്. അപ്പോൾ അതിനിടയിൽ കൂടിയാണ് നമ്മൾ ഈ വള്ളം കൊണ്ട് പോകുന്നതും അവിടുത്തെ കാഴ്ചകൾ ഫുള്ള് കാണുന്നത്. തുരുത്തിനുള്ളിൽ കൂടിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമുക്ക് സൈഡിലുള്ള വീടും പിന്നെ അതേപോലെ സൈഡിലുള്ള കടകളും കൃഷികളും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ പോവാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വള്ളത്തിൽ പോകാൻ മാത്രമേ ഇത് കാണാൻ പറ്റും. പെഡൽ ബോട്ടോ അല്ലെങ്കിൽ ഫൈബർ ബോട്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാം, പക്ഷേ നമുക്ക് ആ ഒരു ആസ്വാദനം കിട്ടത്തില്ല. കാരണം നമ്മൾ തന്നെ തുഴഞ്ഞുകൊണ്ട് വരികയില്ലേ, അപ്പോൾ നമുക്ക് ആ ഒരു ആസ്വദിച്ച് പോകാൻ പറ്റത്തില്ല. ഫൈബർ ബോട്ടൊക്കെ കണ്ട് ഇതുവഴി പോകുന്നത് നമുക്ക് കാണാം, പക്ഷെ നമുക്ക് ആ ഒരു ഫീല് കിട്ടില്ല. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യകൃഷിയും അതുപോലെ തന്നെ ചെമ്മീൻ കൃഷിയൊക്കെയാണ്. നിങ്ങൾ ഈ കാണുന്ന ആ വല ഇട്ടേക്കുന്ന ഏരിയകൾ മൊത്തവും മീൻ കൃഷിയും അതുപോലെ തന്നെ ചെമ്മീൻ കൃഷിയൊക്കെയാണ്. ഇവിടെ ഉള്ളവർ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ ഉള്ളവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇവിടെ ഇത് കൃഷി ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുകയാണെന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. ആന്ധ്രയിലോട്ടും അതുപോലെ സംസ്ഥാനങ്ങളിലോട്ടും ഒക്കെ. പിന്നെ അവിടെ നിന്ന് ചിലപ്പോൾ കയറ്റി അയക്കുകയൊക്കെ ആയിരിക്കാം, അതിനെക്കുറിച്ച് നമുക്കറിയില്ല. ഈ കാണുന്ന വലയിട്ടേക്കുന്ന പ്രദേശങ്ങൾ മൊത്തം കൃഷിയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും കയറാൻ പറ്റത്തില്ല, നമുക്കതെല്ലാം കണ്ട് ഇങ്ങനെ പോകാൻ പറ്റും. പിന്നെ അതേപോലെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഒരു തുരുത്ത് ആണെന്ന് തോന്നുന്നു. ആ തുരുത്തിന് നടുക്കൊരു വീടൊക്കെ കണ്ടു. അതൊക്കെ കണ്ടപ്പോൾ നമുക്കില്ല സിനിമയിലൊക്കെ കാണുന്ന പോലുള്ള വീടൊക്കെയാണ് നമുക്ക് ഓർമ്മ വന്നത്. അപ്പോൾ നമ്മൾ കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് കണ്ടൽക്കാടാണ്. ഫുള്ള് കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മളീ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫൈബർ ബോട്ടും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുമ്പം നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം ഇതിനടിയിലൊക്കെ മീൻ പിടിക്കാനും ഒക്കെ ഇവർ വലയിട്ടിട്ടുണ്ടായിരിക്കും. പണ്ട് നമ്മൾ ഇതേപോലെ ഒരു സമയം വന്നപ്പം ഇതേപോലെ നമ്മുടെ ഒരു പെഡൽ ബോട്ട് വലയിലൊക്കെ കുരുങ്ങി അങ്ങനെ ആകെ സീനായായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ പൊന്മാൻ എന്ന സിനിമയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് മൺട്രോതുരുത്തിലായിരുന്നു. നമ്മൾ ആ നേരത്തെ കണ്ടില്ലേ, ആ ഒരു ചെമ്മീൻ കെട്ടും മീൻ വളർത്തുന്ന ആ ഒരു സൈഡിലായിരുന്നു സിനിമയൊക്കെ ഷൂട്ട് ചെയ്തതെന്നൊക്കെ. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാന ഒരു ആകർഷണമാണ് ആർച്ച് പോലെ ഇരിക്കുന്ന കണ്ടൽക്കാട്. അതിനകത്ത് നമുക്ക് കയറി നിൽക്കുകയും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും. പിന്നെ അതേപോലെ തന്നെ സാമ്പ്രാണിക്കൊടിയുടെ അവിടുത്തെ പോലെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാനുള്ള ഒരു പ്ലേസൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാര്യം അപ്പോഴത്തേന് ഇരുട്ടൊക്കെ ആയിപ്പോയി. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ഒക്കെ മിസ്സായിപ്പോയായിരുന്നു ഗൈസ്. അപ്പം നമ്മുടെ ഈ മൺട്രോതുരുത്തിലെ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബൈ ഗൈസ്.